നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റുകളുടെ ഭാരത് ബന്ധും ബാബറി മസ്ജിദ് ദിനവും അടുത്തതോടെ സുരക്ഷാ നടപടിയുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മലയോര മേഖലയിലെ മിക്ക പഞ്ചായത്തുകളിലും അറവുശാലയില്ല. ഉള്ള പഞ്ചായത്തുകളിലാവട്ടെ ഭൂരിഭാഗവും പ്രവർത്തിക്കാത്തവയും. മേഖലയിൽ ശാസ്ത്രീയ അറവുശാലകൾ വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. അമരമല പഞ്ചായത്തിലെ പാട്ടക്കരമ്പിൽ വീണ്ടും പുലിയിറങ്ങി. മലയോര മേഖല ആനപ്പേടിക്കൊപ്പം പുലിപ്പേടിയിലും. വനം വകുപ്പ് മൃഗങ്ങൾക്ക് നൽകുന്ന പരിഗണന പോലും പ്രദേശവാസികൾക്കും സ്വത്തിനും നൽകുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അധികൃതർ കർശന സുരക്ഷ ഏർപ്പെടുത്തി. മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ബാബറി മസ്ജിദ് വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പോലീസ്, നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയുധധാരികളായ ഉദ്യോഗസ്ഥർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ബോംബ് സ്ക്വാഡ് ഞായറാഴ്ച പരിശോധന നടത്തിയിരുന്നു. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് എന്ന നിലയിലും മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിട്ടുള്ളതിനാലുമാണ് നിലമ്പൂരിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. രാത്രികാലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മാവോയിസ്റ്റുകൾ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഡിസംബർ 6 ബാബറി മസ്ജിദ് ദിനം ചൊവ്വാഴ്ചയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. റെയിൽവേയിലേക്ക് എത്തുന്ന യാത്രക്കാരിൽ സംശയമുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. റെയിൽവേ അട്ടിമറി ശ്രമം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നിലമ്പൂരിൽ അതീവ ജാഗ്രതയാണ് അധികൃതർ പുലർത്തുന്നത്. നിലമ്പൂരിലേക്ക് വരുന്ന ട്രെയിനുകളിലും പ്രത്യേകം സുരക്ഷാ സംഘം സഞ്ചരിക്കുന്നുണ്ട്. പോരൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ രവിമംഗലത്ത് പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഉപരോധവും പ്രതിഷേധ സമരവും ഒരാഴ്ച പിന്നിട്ടു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് കള്ളുഷാപ്പിനെതിരെ സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ വരുന്നൊരു ജൂത പാവപ്പെട്ട ജനങ്ങൾക്കാകെ കള്ളി വിൽപ്പന കേന്ദ്രം, വ്യാജ കള്ളി വിൽപ്പന കേന്ദ്രം തുറന്നു വെക്കാൻ നോക്കുകാര, വ്യാജ മദ്യാലോപിക്കാര. ഇവിടെ തീരുകയില്ല സമരം, പടരുക തന്നെ ചെയ്യും, ആളിപ്പടരുക തന്നെ ചെയ്യും. ജനകീയ സമരം 5 ദിവസമല്ല, എത്ര വർഷങ്ങൾ പിന്നിട്ടാലും നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് ഈ സമരമുഖത്ത് നിൽക്കുന്നത്. കാരണം എന്ത് ത്യാഗം അനുഭവിച്ചിട്ടായാലും ശരി, എരമംഗലത്തു നിന്നും ഈ കള്ള് ഷാപ്പ് എന്നേക്കുമായി പൂട്ടിച്ചുകൊണ്ട് കള്ള് കച്ചവടക്കാരെ ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. കഴിഞ്ഞ 5 ദിവസമായി നമ്മൾ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ ഇന്നോളം ഒരു സമരത്തിനും പോയിട്ടില്ലാത്ത ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സമരത്തിലും പങ്കെടുക്കാത്ത കൊച്ചുകുട്ടികൾ മുതൽ പടുവൃദ്ധന്മാർ വരെ നമ്മുടെ സമരപ്പന്തലിൽ വന്നുകൊണ്ടിരിക്കുന്നു. പോരൂർ പഞ്ചായത്തിലെ പ്രവർത്തിക്കുന്ന ഏക കള്ളുഷാപ്പാണ് രവിമംഗലത്തുള്ളത്. മദ്യദുരന്ത പശ്ചാത്തലത്തിൽ മേഖലയിലെ മിക്ക കള്ളുഷാപ്പുകളും പൂട്ടിയതോടെ യുവാക്കളടക്കം 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. കൂടാതെ ഷാപ്പിന് സമീപത്തെ 4ഓളം ഹരിജൻ കോളനിയിലുള്ളവരും ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ വിഷമതി ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനും പോരൂർ ഗ്രാമപഞ്ചായത്തിനെ പൂർണ്ണ കള്ള് ഷാപ്പ് വിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 7 ദിവസമായി സമരം സംഘടിപ്പിക്കുന്നത്. ഷാപ്പ് തുറന്ന് 1 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചത്. തുടർന്ന് ഉപരോധം അടക്കമുള്ള സമരം ശക്തമായപ്പോൾ ഷാപ്പ് താൽക്കാലികമായി പൂട്ടിക്കിടക്കുകയാണ്. കള്ള് ഷാപ്പ് പൂർണ്ണമായും പൂട്ടിയതിനു ശേഷം മാത്രമേ സമരം നിർത്തുകയുള്ളൂ എന്നാണ് ജനകീയ കമ്മിറ്റി പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം വിജയരാജൻ കൺവീനറും ഹരിഹരൻ ചെയർമാനും KP വാസുദേവൻ നായർ ട്രഷററും പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശങ്കരൻ നമ്പൂതിരിപ്പാടും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുജീബ് റഹ്മാനും രക്ഷാധികാരികളുമായ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളികേര വികസന ബോർഡ് ഉൽപാദക സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നു. സംഭരണം, സംസ്കരണം, വിപണനം എന്നിവയിൽ കർഷകനെ സഹായിക്കുന്നതിനാണ് ഉൽപാദക സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്.
നാളികേര വികസന ബോർഡ് കേര കർഷകരെ സഹായിക്കാനാണ് നാളികേര ഉൽപ്പാദന സംഘങ്ങൾ രൂപീകരിക്കുന്നത്. കൃഷിയിൽ ശാസ്ത്രീയ രീതികൾ അവലംബിച്ച് ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നാളികേര സംഭരണം, സംസ്കരണം, വിപണനം എന്നീ തലങ്ങളിൽ സൊസൈറ്റികൾ ഫലവത്തായ പങ്കുവഹിക്കും. തൊണ്ടുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ചെറുകിട ഇടത്തരം കേര കർഷകരെ കേരളത്തിൽ ചുരുങ്ങിയത് 1000 സൊസൈറ്റികൾ ഈ വർഷം രൂപീകരിക്കും. CPS വഴി വിപണി കണ്ടെത്തി നാളികേരത്തിന് മെച്ചപ്പെട്ട വില ലഭ്യമാക്കുന്നതോടൊപ്പം വിപണന ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യാമെന്ന് ബോർഡ് കരുതുന്നു. കൂട്ടായ വളപ്രയോഗ നടപടികൾ, തെങ്ങ് കൃഷിയിലെ ശാസ്ത്രീയ പരിചരണ മുറകൾ എല്ലാ അംഗങ്ങൾക്കും അവലംബിക്കാനും രോഗ കീട നിയന്ത്രണ പ്രവർത്തനങ്ങൾ, നഴ്സറികൾ സ്ഥാപിക്കൽ, സങ്കരയിനം വിത്തുതേങ്ങ ഉൽപ്പാദനം, വിത്തുതേങ്ങ സംഭരണം, കരിക്ക് സംഭരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സ്റ്റഡി ടൂറുകൾ, സെമിനാറുകൾ സംഘടിപ്പിക്കൽ, എക്സിബിഷനുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ CPSകളിലൂടെ നിർവഹിക്കാം. സംഘങ്ങളുടെ നാളികേര ഉൽപ്പാദനത്തിൽ 50% വർധനയാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ചുരുങ്ങിയത് കായ്ക്കുന്ന 10 തെങ്ങുകളെങ്കിലും സ്വന്തമായുള്ള കർഷകർക്ക് CPSൽ അംഗമാകാം. ശരാശരി 4000-5000 തെങ്ങുകളെങ്കിലുമുള്ള ഓരോ CPSന്റെയും പ്രവർത്തന പരിധിയിൽ ഉണ്ടാകും. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയ കമ്മിറ്റിയാണ് സൊസൈറ്റിയുടെ ഭരണസമിതി. സൊസൈറ്റിക്ക് രൂപം നൽകാനുള്ള മാതൃകാ നിയമാവലി ബോർഡിൽ നിന്നും ലഭിക്കും. സംഘം നാളികേര വികസന ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ രജിസ്ട്രേഷൻ ഫീസായി 200 രൂപ ചെയർമാൻ നാളികേര വികസന ബോർഡ് എന്ന വിലാസത്തിൽ എറണാകുളത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിനൊപ്പം നിശ്ചിത അപേക്ഷാ ഫോമിൽ സമർപ്പിക്കാവുന്നതാണ്. രജിസ്ട്രേഷന്റെ കാലാവധി 2 വർഷമാണ്. രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് സംഘങ്ങൾ 100 രൂപ 2 വർഷത്തിലൊരിക്കൽ ഫീസ് നൽകണം. SA ജമീൽ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ പത്തിപ്പാറയിലെ മരാളിക ഭവനിൽ മെഹഫിൽ 2011 സംഘടിപ്പിച്ചു. ചടങ്ങ് ആസാദ് വണ്ടൂരും സാഹിത്യ സദസ്സ് OM കരുവാരക്കൊണ്ടും ഉദ്ഘാടനം ചെയ്തു. N മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു. പുലിക്കോട്ടിൽ ഹൈദരലി, AK വണ്ടൂർ, ആർട്ടിസ്റ്റ് ഷാനവാസ്, ഹുസൈൻ കരിമ്പുഴ, അബ്ദുൽ ഗഫാർ, AP മുഹമ്മദ് അലി, അസീസ് എന്നിവർ പ്രസംഗിച്ചു. സലാം കൊടശ്ശേരി അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ആയിഷ, മുസ്തഫ കളത്തുംപടിക്കൽ, ഗായകൻ ജലീൽ വണ്ടൂർ, MS അലി സ്വാഗതമാട് എന്നിവർ പ്രസംഗിച്ചു. മെഹഫിൽ പരിപാടിയിൽ നിലമ്പൂർ ആയിഷ നാടകഗാനങ്ങൾ ആലപിച്ചു. ഹംസ ഖാൻ പുല്ലങ്കോട്, മുസമ്മിൽ, റിച്ചു തേൾപ്പാറ, ഹംസ രണ്ടത്താണി, രാജു മലപ്പുറം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സാരംഗ വാപ്പുട്ടി, മെഹബൂബ് കാവന്നൂർ എന്നിവർ ഓർക്കസ്ട്രയ്ക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.